എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പലാസോ പാൻറ്റും വിത്ത് ടോപ്പുമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 വയസ്സ് മുതൽക്ക് 2 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. അതിന് നേരെ നടുവിൽ മടക്കുന്നുണ്ട്, സെൻറ്ററാക്കി മടക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിൽ നിന്ന് കുറച്ചിങ്ങോട്ടേക്ക് മടക്കുന്നുണ്ട്. നമുക്ക് പലാസോൻ്റെ എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് പാകമായിട്ടുള്ള ഒരു പാൻറ്റിൻ്റെ അളവെടുത്തിട്ട് ജസ്റ്റ് അതിന് സീം അലവൻസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്, മോൾക്ക് പാകമായിട്ടുള്ളൊരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. താഴെയും മേലെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സീം അലവൻസും പിന്നെ സൈഡിലൊക്കെ സീം അലവൻസ് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതേ ഷേപ്പ് തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാൻറ്റിൻ്റെ താഴ്ഭാഗം വന്നിട്ട് ഇതിനേക്കാൾ കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള പലാസോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ ലൂസ് ഇടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് മാർക്ക് ചെയ്ത ആ ഭാഗത്തു കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ക്ലോത്തിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ തന്നെ 4 ആക്കി മടക്കിയിട്ടുണ്ട്. നമ്മൾ എന്ത് ടൈപ്പ് തുണിയാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ പ്ലെയിൻ തുണിയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പ്രിൻ്റഡ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രിൻറ്റിനനുസരിച്ചിട്ട് തന്നെ മടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, പ്രിൻറ്റും ലൈനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി താഴേന്ന് നമുക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിന് ശേഷം എൻഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് നേരെ താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച്, അത് ഹാം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 ഇഞ്ച് വിട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ മേലേ നിന്നാണ് ഹാം ഹോളിന് മാർക്ക് ചെയ്യുക, ഇവിടെ ഞാൻ താഴെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ ഹാം ഹോൾ വരുന്ന അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് ബോഡി പാർട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവ് മെഷർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേലേന്ന് 2 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഒന്ന് ജസ്റ്റ് കർവായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി ആ മേലേന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് മേലെ ഒരു 1/2 ഇഞ്ചും കൂടി കൊടുക്കണം. നമുക്ക് അത് വേണ്ടേ, സീം അലവൻസ് വേണമല്ലോ, അപ്പോൾ അത് കാരണം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 6 ഇഞ്ചിൽ നിന്ന് മേലേന്ന് 2 ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 2 ഇഞ്ചല്ല, 1.5 ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വിട്ടിട്ടുണ്ട്. മൊത്തം 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഹാം ഹോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമുള്ള ഒരു സ്ട്രെയിറ്റ് തുണി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് പ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രില്ലിടുന്നത് 4 ഇഞ്ചിൽ വരെ മതി, പക്ഷേ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം, നമുക്ക് താഴെ മടക്കി അടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് മാക്സിമം നിങ്ങളുടെ കയ്യിൽ ബാക്കി വരുന്ന ക്ലോത്ത് എത്രയാണോ വെച്ചാൽ അത്രയും ക്ലോത്ത് എടുത്താൽ കൂടുതൽ പ്രില്ല് കിട്ടും. പിന്നെ നമുക്കിത് ഒന്ന് 2 ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മൊത്തം നീളം 10 ഇഞ്ചാണ്. അതിന് കറക്റ്റ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ച് വെച്ച് കിട്ടും. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്തിന് 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഈ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നല്ല ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ മേലെ വരുന്ന രീതിയിലും മേൽഭാഗത്ത് ചീത്ത വശം വരുന്ന രീതിയിലും മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി, അതായത് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കത്രികയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മറിച്ചെടുക്കുമ്പോൾ ക്ലോത്ത് നന്നായി സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ചുളിവുകളൊന്നും ഇല്ലാണ്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ക്ലോത്ത് മറിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ സ്ട്രിപ്പ് വന്നിട്ട്
മൊത്തത്തിൽ 5 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് 4 ഇഞ്ച് മതി. അപ്പോൾ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുക. ബാക്കി തുണി വരുന്നുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ ഒത്തിരി തുണി വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, കറക്റ്റ് അളവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ലൈനിങ് എടുക്കുക, അതായത് നമ്മളെ ബാക്ക് വശത്തെ ലൈനിങ് എടുക്കുക. അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല ക്ലോത്ത് വെച്ച് കൊടുക്കുക. നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള തുണി എടുത്തതിന് ശേഷം മേലേന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനല്ല പറയുന്നത്, ലൂസായിട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ വരുന്ന നൂല് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയാൽ നമ്മൾ പിന്നെയും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പം മെല്ലെ വലിച്ച് കൊടുക്കുക. വലിച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പം പ്രില്ല് ഓൾറെഡി വന്നോളും. ഇനി നമുക്ക് ഈ 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ അത് നമ്മൾ ക്ലോത്തിലൊന്ന് വെച്ച് നോക്കണം. നമ്മൾ ആ വേസ്റ്റിൻ്റെ ആ ഭാഗത്തൊന്ന് വെച്ച് നോക്കണം, ഇത്ര മതിയോ എന്നുള്ളത് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്നിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. ക്ലോത്തിൻ്റെ നമ്മളെ ടോപ്പിൻ്റെ സൈഡും അറ്റാച്ച് ചെയ്യണം. ഇത് അതിലേക്ക് ജസ്റ്റ് അറ്റാച്ച് ചെയ്യണം. പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കുകയും വേണം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ഭാഗം തന്നെയാണോ വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. ഇനി നമ്മൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലാസോ കൂടി തയ്ച്ചെടുക്കാം. പലാസോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ വെച്ചിട്ട് ഈ 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇനി നമ്മൾ ഈ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ തുണിയിടുക. അതിന് ശേഷം ഇങ്ങനെ വരുന്ന ആ ഭാഗം കൂടി, അതായത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വരുന്ന ആ ഒരു ഭാഗം കൂടി, അതായത് നമ്മൾ 2 കാലിൻ്റെ പിന്നെ ആ സെൻറ്ററും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. പിന്നെ നമുക്ക് മേലെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മടക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണെന്ന് വെച്ചാൽ ആ വീതിക്ക് അനുസരിച്ചിട്ട് ഒരു മടക്കും കൂടി മടക്കിയിട്ട് തയ്ക്കുക. തയ്ക്കുമ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കി വേണം തയ്ക്കാൻ, കാരണം നമുക്ക് അതിലൂടെ എലാസ്റ്റിക് എടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് എത്രയാണോ വേസ്റ്റ് എന്ന് വെച്ചാൽ ആ വേസ്റ്റിൽ നിന്ന് ഒരു 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് എലാസ്റ്റിക് ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തുറന്ന് വെച്ചിട്ടുള്ള ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടി കൊടുക്കുക. എലാസ്റ്റിക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്താൽ വളരെ നല്ലതാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പം നമ്മളെ പാൻറ്റും ടോപ്പും പലാസോയും ടോപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.